നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 മാസങ്ങളായി നമ്മൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗീതാമൃതം ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താല് ഒരു മുടക്കവും കൂടാതെ ഇതുവരെ എത്തിച്ചതിന് ഭഗവാൻ ഞാൻ നന്ദി പറയുന്നു. എന്നത്തെയും പോലെ തന്നെ നമ്മള് ഗണപതി ഭഗവാനെ വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഭഗവാന്റെ സ്വാദശാസ്ത്ര മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് ശബരിമലയിലെ കൊടിയേറ്റ ദിവസമാണ്, ബുധനാഴ്ചയും. കാരണം നമുക്കറിയാം ശാസ്താവിന് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഏറെ പ്രാധാന്യമുള്ളത്. സാധാരണ മേടം 1 സമയത്താണ് തുറക്കുക. ഇപ്പോൾ ഈ കൊടിയേറ്റ സമയമായതുകൊണ്ട് ഇന്ന് തുറക്കുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഈ ഗീത പറയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കുറേയധികം വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര പറഞ്ഞാലും നന്ദി പറയാൻ കഴിയാത്തത്ര അനുഗ്രഹ വർഷങ്ങൾ ചൊരിയുന്ന ഭഗവാന്. അതുകൊണ്ടാണ് ഞാൻ പറയാ, ഓരോ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്ന് പറയാം. നന്ദി നന്ദി നന്ദി, അത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ നടത്തുന്നതും ഇരുത്തുന്നതും സംസാരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും സന്തോഷിക്കാൻ പറ്റുന്നതും എല്ലാം ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അത് അല്ല എന്ന് സ്ഥാപിക്കുന്നവർ വിഡ്ഢികളാണെന്നേ ഞാൻ പറയും. കാരണം ഈ ഒരു ആധ്യാത്മിക ജീവിതം 10-14 മാസങ്ങളായി തുടങ്ങിക്കൊണ്ടിരുന്ന എൻ്റെ ലൈഫിലെ ഭഗവാൻ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളും സമാധാനം നിറഞ്ഞ ദിവസങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ. ഭഗവാന്റെ അടുത്ത് 1 അടി വെക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് 7 അടി അടുത്തേക്ക് വരുന്ന പറയും. ഭഗവാൻ എവിടെയും മാറണില്ല. നമ്മുടെ തെറ്റായ ധാരണയാണ് ഈശ്വരൻ വിളി കേൾക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പൊ നമ്മള് 3-ാമത്തെ അധ്യായമായ ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ 30 ശ്ലോകങ്ങളാണ് നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇടയ്ക്ക് ഒന്ന് അർജുനൻ എന്തെങ്കിലും ചോദിക്കും. കൂടുതലും ഭഗവാന്റെ ഉപദേശങ്ങളാണ് കർമ്മയോഗത്തില്. അപ്പൊ നമുക്കിന്ന് 31-ാമത്തെ ശ്ലോകം ആരംഭിക്കാം. ഭഗവാൻ പറയുന്നത് തന്നെയാണ് കേട്ടോ. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ നസൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഃ. എന്താണെന്നറിയോ, 2 കുത്ത് വരുമ്പോഴാണ് നമ്മൾ ഹ ഹി എന്നൊക്കെ പറയാ. സംസ്കൃതാണല്ലോ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഉച്ചാരണം നമ്മൾ എപ്പോഴും നോക്കണം. എന്താണ് 31-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്? അർജുന, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ. എന്റെ ഈ അഭിപ്രായത്തെ ശ്രദ്ധയോടും പിന്നെന്താ ശ്രദ്ധാവന്തോ അനസൂയന്തോ, എന്താണ് സംശയദൃഷ്ടി ഇല്ലാതെയും, അതായത് ശ്രദ്ധയോടെയും ഒരു സംശയവും ഇല്ലാതെയും അനുസരിക്കുന്നവർ, അതാണ് ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഃ. എന്താണ്? എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരായി തീരുന്നു എന്ന് ഭഗവാൻ 31-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ. ഏതൊരു മനുഷ്യനാണോ, ഏതാളാണോ, നീ അടക്കമുള്ള മാനവ ജനത ആരായാലും എന്റെ ഈ അഭിപ്രായത്തെ, ഭഗവാൻ പറയുന്ന ഓരോ വാക്കും നമുക്ക് വേദവാക്യ അമൃതാണ് നമുക്ക്, അല്ലെ ഭഗവാന്റെ ആ പറഞ്ഞു തന്നിരിക്കുന്നതല്ല. അങ്ങനെ എന്റെ അഭിപ്രായത്തെ ശ്രദ്ധയോടും സംശയദൃഷ്ടി ഇല്ലാതെയും അനുസരിക്കുന്നവർ എല്ലാ കർമ്മബന്ധത്തിൽ മുച്യന്തേ തേപി കർമ്മഭിഃ, എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തരായി തീരുന്നു എന്ന് ഭഗവാൻ 31-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു. 32-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്?
ദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മദം സർവജ്ഞാന വിഭുഡാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. എന്താ പറയുന്നത് ഭഗവാൻ 32ാമത്തെ ശ്ലോകത്തിൽ? എന്നാൽ ഏ ത്വേദഭ്യസൂയന്ത നാനുതിഷ്ഠന്തി മേ മതം, എന്നാൽ എന്റെ അഭിപ്രായത്തെ ദോഷദൃഷ്ടിയോടെ വീക്ഷിച്ച്, ജനങ്ങൾ അങ്ങനെയല്ലേ, ബഹുജനം പലവിധാണ്. ഓരോ യുഗങ്ങൾ ചെല്ലും തോറും മനുഷ്യരുടെ സ്വഭാവത്തിലും മാറ്റം വരും, അവരുടെ ജീവിതചര്യയിൽ മാറ്റം വരും. ആദ്യയുഗമായ സത്യയുഗം, പിന്നീട് ത്രേതായുഗം, ദ്വാപരയുഗം, ഇപ്പൊ നടക്കുന്നത് കലിയുഗം. ഇത് പറഞ്ഞിരിക്കുന്നത് ഏത് യുഗത്തിലാണ്? മഹാഭാരത യുദ്ധമുണ്ടായത് ത്രേതായുഗത്തിലല്ല, സത്യയുഗത്തിലുമല്ല, ദ്വാപര യുഗത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ ദ്വാപര യുഗത്തിലായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആരൊക്കെയാണോ എന്റെ വാക്കുകൾ സംശയം കൂടാതെ അനുസരിക്കുന്നവർ, സംശയ ദൃഷ്ടി കൂടാതെ ശ്രദ്ധയോടെ അനുസരിക്കുന്നവർ, അവര് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകും. 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, ഏ ത്വേദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം. ഇനി എന്റെ അഭിപ്രായത്തെ ദോഷദൃഷ്ടിയോടെ വീക്ഷിച്ച് അനുഷ്ഠിക്കാത്ത ബുദ്ധിശൂന്യ, അങ്ങനെ ഉണ്ടാവൂല്ലോ കുറെ ആൾക്കാർക്ക് സംശയമല്ല, എന്താ ഇയാൾ പറയണം മുഴുവൻ അനുസരിക്കാൻ, അങ്ങനെ ഒരു സംശയദൃഷ്ടി എല്ലാവർക്കും ഉണ്ടാവും. ഭഗവാനായാലും എന്താ ഈ പറയണെന്നുള്ളതൊരു ചോദ്യം വരൂലേ. ചിദാനന്ദപുരി സ്വാമികളെ ഇവിടെ വന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, നിങ്ങളെല്ലാം ഞാൻ പറയണത് കേട്ടുമിണ്ടാതിരിക്കുന്നു വേണ്ടട്ടോ, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിച്ചാൽ മതി, അല്ലാത്തത് നിങ്ങൾക്ക് തള്ളിക്കളയാന്ന് പറഞ്ഞു. അത്രയും ആ മഹാനുഭാവനായ ഒരു എന്താ പറയാ നമ്മുടെ സനാതന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സ്വാമിജി 7 ദിവസം ഇവിടെ വന്ന് ഇവിടെയൊക്കെ ചൈതന്യവത്താക്കിയ അമ്പലമുറ്റം ചെരാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിനെ പൂർണ്ണമായി പോസിറ്റിവിറ്റി നിറച്ചുകൊണ്ടാണ് ആ മഹാനുഭാവാൻ പോയത്. ഇപ്പോഴും ആ ഒരു സംസാരം, അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം മക്കൾ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ അങ്ങനെ മെഴുങ്ങൊന്നും വേണ്ട, വേണ്ടത് എടുത്താൽ മതി, അല്ലാത്തത് തള്ളിക്കളഞ്ഞോളൂ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അറിയാം ബഹുജനം അങ്ങനെയാണ്, ബലജനം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇനിയിപ്പോ 32ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഏ ത്വേദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസേ. എന്താണ്? എന്റെ അഭിപ്രായത്തെ ദ്വേഷദൃഷ്ടിയോടെ വീക്ഷിച്ച് അനുഷ്ഠിക്കാത്ത ബുദ്ധിശൂന്യൻ നശിച്ചു പോയവരാണെന്ന് അറിഞ്ഞുകൊള്ളുക അർജുന. അങ്ങനെയും കുറെ പേര് നശിച്ചു പോയവരുണ്ട്. ശിശുപാലനൊക്കെ ഭഗവാന്റെ ശത്രുപക്ഷത്തിലെ മുൻനിരയിലുള്ളതായിരുന്നു ശിശുപാലൻ. പക്ഷെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാലേ, ഭഗവാനെ സ്നേഹത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും പൂജിക്കുന്നവരെ പോലെ തന്നെ ഭഗവാനെ ദ്വേഷിച്ചവർക്കും അവർക്കും കിട്ടിയിട്ടോ എന്ത്? സ്വർഗപ്രാപ്തി. കാരണം എന്താ അറിയോ, അവരാ ദേശത്തോടു കൂടിയായാലും ഭഗവാന്റെ നാമം ഉച്ചരിക്കണ്ടല്ലോ. അപ്പോ അതാ പറയുന്നത്, നമ്മള് ഓർമ്മയില് ദേശത്തോട് അല്ലാതെയോ സ്മരിച്ചോ അല്ലാതെയോ ഒക്കെ ഭഗവാന്റെ നാമം ചൊല്ലുന്നവർക്ക് ഭഗവാൻ മോക്ഷം തരും എന്നാ പറയുക. അപ്പൊ അറിഞ്ഞ് ഭക്തിയോടെ അർദ്ധശ്രദ്ധയോടുകൂടി ചൊല്ലുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ മാറ്റമാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മാറ്റങ്ങൾ. നമ്മുടെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ 3ാമത്തേതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2025 കഴിഞ്ഞ് 2026, 27 ഒക്കെ ആകുമ്പോഴേക്കും 3ാമത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നായി നമ്മുടെ ഇന്ത്യ മാറും. ഈ സനാതന സംസ്കാരം, സനാതന മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണേ കേട്ടോ. അപ്പൊ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി മാറാനുള്ളത്, എല്ലാ അമ്പലങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് വേണം? ഭാഗവത പഠന ക്ലാസ്സുകൾ, ഭഗവത്ഗീത ക്ലാസ്സുകൾ, കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന ക്ലാസ്സുകൾ, അമ്മമാർക്ക് വേണ്ട ആധ്യാത്മിക ക്ലാസ്സുകൾ, ഗീത, ഭാഗവതം, പാരായണം, നാരായണീയം പഠിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി വന്നാൽ പാലക്കാട് ജില്ലയില് അത് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ല, കുറേ സ്ഥലങ്ങളില് നല്ല നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരാളാവാൻ കഴിഞ്ഞതിൽ എനിക്കും ഒരു ഭാഗ്യം. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നലെ ഏപ്രിൽ 1 സാധാരണ നമ്മളൊക്കെ ഏപ്രിൽ 1 എന്താ പറയാ, ഏപ്രിൽ ഫൂൾ എന്ന് പറയൂലേ. പക്ഷേ നമുക്ക് ഇനി അത് വിഡ്ഢി ദിനമല്ല. ഹിന്ദുക്കൾക്ക്, സനാതന ധർമ്മ വിശ്വാസികൾക്ക് അത് ആത്മീയ ദിനമാണ്.
അപ്പോ പ്രധാനമന്ത്രി നമ്മുടെ മോദിജിയുടെ ഒരു അറിവോട് കൂടി തന്നെ ഏപ്രിൽ 1 പാലക്കാട് ജില്ലയിലാണ് കൂടുതലായിട്ട് അതിന്റെ ശ്യാം സുന്ദർജി എന്ന് പറയുന്ന ഇതപ്പോ നമ്മുടെ അഞ്ചുമൂർത്തി അമ്പലത്തില് വരുന്നുണ്ട്. ചിദാനന്ദപുരി സ്വാമികളെ പോലെ തന്നെ സംപൂജ്യനായ സ്വാമിജിയുടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോ അതില് അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ പ്രധാനമന്ത്രിജിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ അറിവോടും ആശംസയോടും കൂടി ഇനി മുതൽ ഏപ്രിൽ 1 നമുക്ക് പാശ്ചാത്യർ കൊണ്ടുവന്ന വിഡ്ഢി ദിനമല്ല, നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം അതൊരു സ്പിരിച്വൽ ഡേ ആണ്. ഇന്നലെയായിരുന്നു അത് ഏപ്രിൽ 1. ഇനി മുതൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, ഏപ്രിൽ 1 എന്താണ്? ആധ്യാത്മിക ദിനമാണ്, ആത്മീയ ദിനമാണ്, സ്പിരിച്വൽ ഡേ ആണ്. എല്ലാത്തിനും ഡേ അല്ലേ? ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ അല്ലേ, പിന്നെ വാലന്റൈൻസ് ഡേ, എന്തൊക്കെ ഡേ ഉള്ളത്, എൻവയറോൺമെന്റൽ ഡേ, ടീച്ചേഴ്സ് ഡേ അല്ലേ. അപ്പോ നമുക്ക് ഏപ്രിൽ 1 ഇനി മുതൽ വിഡ്ഢി ദിനമല്ല. ഇന്നലെ അതുകൊണ്ട് ഇന്നലത്തെ എന്റെ റീൽസിൽ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇട്ടിരുന്നു, 2 മിനിറ്റ് നേരത്തെ റീൽസ് ഞാൻ ഇടുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഏപ്രിൽ 1 ആത്മീയ ദിനമായി നമ്മൾ ആചരിക്കണം. അന്നേ ദിവസം എല്ലാ അമ്പലങ്ങളിലും നാരായണീയ പാരായണമോ ഭാഗവത പാരായണമോ അതോ ഇനി എല്ലാ അമ്പലങ്ങളിലും പഠന കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇന്നലെ തുടങ്ങിക്കോളൂ എന്നും പറഞ്ഞിരുന്നു. ഏതൊക്കെ അമ്പലങ്ങളിൽ നടത്തിയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കമന്റ് ഇടൂ, നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഗീത കേൾക്കുന്നവരെല്ലാവരും കമന്റിൽ പറയൂ ഏതൊക്കെ നാട്ടിലെ ഏതൊക്കെ അമ്പലങ്ങളിൽ ഈ പുതിയ പഠനങ്ങൾ ആരംഭിച്ചു എന്നുള്ളത്. അപ്പൊ അദ്ദേഹം 33-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറഞ്ഞു, സദൃശ്യം ചേഷ്ടതേ സ്വാസ്യാഹ പ്രകൃതിർജ്ഞാനവാനബീ പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? സദൃശ്യം ചേഷ്ടതേ സ്വസ്യ പ്രാകൃതജ്ഞാനവാനബി പറഞ്ഞ ജ്ഞാനസമ്പന്നർ പോലും തന്റെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര വിവരമുണ്ടെന്ന് പറഞ്ഞാലും എത്ര ബോധമുണ്ടെന്ന് പറഞ്ഞാലും എത്ര പണ്ഡിതരാണെന്ന് പറഞ്ഞാലും അവർക്ക് തോന്നിയ പോലെ ചെയ്യുള്ളൂ. അതാണ് ജ്ഞാനസമ്പന്നർ പോലും അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് സദൃശ്യം ചേഷ്ടതേ സ്വാസ്യ പ്രകൃതേ ജ്ഞാന വാനബി പ്രകൃതിയും യാന്തി ഭൂതാനി നിഗ്രഹക്കും കരിഷ്യതി. അപ്പോ എല്ലാ ജീവജാലങ്ങളും അപ്പൊ എന്താ ചെയ്യാം? അവരവരുടെ പ്രകൃതി ഗുണങ്ങളെ തന്നെ അനുവർത്തിക്കും. എല്ലാ ജീവജാലങ്ങളും അപ്പൊ അങ്ങനെ ചെയ്യും, അവരവരുടെ പ്രകൃതി ഗുണങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് എന്താ ചെയ്യാ? പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. എന്താണ്? ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ അടക്കി വെച്ചതുകൊണ്ട് എന്തു പ്രയോജനം? അപ്പോ ഇന്ദ്രിയത്തിന്റെ അറിവോടുകൂടി, പഞ്ചേന്ദ്രിയങ്ങളുടെ അറിവോടുകൂടി ജ്ഞാനത്തെ അർത്ഥസമ്പൂർണമാക്കിക്കൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളിൽ സംശയലേശമെന്നെ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കൂ അർജുന. അതാണ് അദ്ദേഹം 33-ാമത്തെ ശ്ലോകത്തിലും അർജുനനോട് പറയുന്നത്. സദൃശ്യം ചേഷ്ടതേ സ്വാസ്യ പ്രകൃതേ ജ്ഞാനവാനബി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ അടക്കി വെച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? 34-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ വീണ്ടും അർജുനനോട് പറയാണ്, ഇന്ദ്രിയം സേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്രസ്യ പരിപന്തിനൗ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും വ്യവസ്ഥിതങ്ങളാണ്. ശരിയാണല്ലേ? കണ്ണ് ആകർഷിച്ചു പോകുന്ന വശങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അവിടെ രാഗം വരും. നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ദ്വേഷം വരും. ദ്വേഷം പറഞ്ഞ വെറുപ്പ് വരും. ചിലപ്പോൾ ഇഷ്ടം തോന്നും അല്ലേ? ചെവി കൊണ്ട് കേട്ടതിന്റെ പിന്നാലെ പോകാൻ നമുക്ക് രാഗം തോന്നും. ചിലപ്പോൾ അത് ഇഷ്ടമല്ല തോന്നും അല്ലെ? ഇന്ദ്രിയങ്ങള് നാക്ക് രുചിച്ചതിന്റെ പിന്നാലെ പോവാൻ തോന്നും. ചിലപ്പോൾ അത് നല്ല ഭക്ഷണം അല്ലെങ്കിലും ആ രുചിയുടെ അതില് ആ ചിന്ത മറന്നത് കഴിക്കും. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദേശവും വ്യവസ്ഥിതങ്ങളാണ്. അവയ്ക്ക് അധീനനാകരുത് എന്നാണ് പറയുന്നത് ഭഗവാൻ. ഇപ്പോ ഈ കലികാലത്ത് മുഴുവനും നടക്കുന്നത് അതിൽ അധീനപ്പെട്ടുകൊണ്ട് പോകുന്ന ജനങ്ങളെയാണ്, യുവജനങ്ങളെയാണ്. അറിയാം അതിന്റെ പിന്നാലെ പോയാൽ അത് തെറ്റാണ്, തന്റെ ജീവിതത്തെ നശിപ്പിക്കും എന്നറിഞ്ഞിട്ട് പോലും വീണ്ടും അതിന്റെ പിന്നാലെ പോകുന്ന ഒരു യുവതലമുറയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ആ ഇന്ദ്രിയ സുഖത്തിന് പോയാൽ അത് എന്റെ ഭാവിയെ നശിപ്പിക്കും എന്ന് ചിന്തിക്കാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥി സമൂഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക. യുവതലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകിട്ടില്ല. സനാതന ധർമ്മത്തിൽ മുറുകെ പിടിച്ച് നമ്മുടെ ഹിന്ദു സംസ്കാരത്തെ വളർത്തിയെടുത്ത് ഇതുപോലുള്ള ഗീത വായിച്ച് തന്റെ ആത്മബലം വർദ്ധിച്ച് ഇതുപോലുള്ള സത്സംഗ ക്ലാസ്സുകളിൽ കേട്ടിരുന്ന് എല്ലാവർക്കും ഇനിയും നന്നാവാനുള്ള അവസരമാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ആ സ്വഭാവത്തെ മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്? ഇന്ദ്രിയേന്ദ്രസ്യാർത്ഥേ യാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർണ വശമാഗച്ഛേ പരിപന്തിനോ. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും വ്യവസ്ഥിതങ്ങളാണ്. അവയ്ക്ക് അധീനനാകരുത്. കാരണം അവ മനുഷ്യന്റെ ശത്രുക്കളാണ്. നോക്കൂ, കർമ്മയോഗത്തിൽ 34-ാമത്തെ ശ്ലോകം ഇന്ന് കാണുന്ന യുവതലമുറയ്ക്കുള്ള ഒരു വാണിംഗ് ആണത്. എന്തുകൊണ്ടാണ് ഞാനത് പറയണേ? ഇന്ന് കഞ്ചാവ്, മയക്കുമരുന്ന്, MDM പോലെയുള്ള MBM പോലെയുള്ള പല ഒരു മിഠായിയിൽ പോലും ഈ എന്താ പറയുക ലഹരി ഉപയോഗിച്ച് കുട്ടികളെ വശപ്പെടുത്തുന്ന സമൂഹത്തിലാണ് നമ്മൾ കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികളെ പോലും ഒരു മിഠായി പോലും വാങ്ങി കഴിക്കരുത് എന്നുള്ളതിലേക്ക് എത്താൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മിഠായി വിതരണം ചെയ്യും, വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മധുര പലഹാരങ്ങൾ ഇപ്പൊക്കെ പേടിച്ച് കഴിക്കാൻ എല്ലാവർക്കും പേടിയാ. വീട്ടിൽ നിന്ന് പറയും കഴിക്കരുത് കേട്ടോ, കഴിക്കരുത്. കാരണം അങ്ങനത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് 35-ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ഇവിടെ നമുക്ക് ഇത് നിർത്താം. എന്താണ് 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വാനിഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹ. വിധിപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാട്ടിലും മറ്റുള്ളവരുടെ ധർമ്മത്തെ കണ്ടിട്ട് അത് പോയി നമ്മൾ അനുകരിക്കരുത്. ഇപ്പൊ അങ്ങനെയാണ് അനുകരണ. പാശ്ചാത്യര് നമ്മളെ എന്താ പറയാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോ നമ്മൾ അവരുടെ പിന്നാലെ ഓടുക. പാശ്ചാത്യര് എന്തൊക്കെ കാണുക. അതാണ് ഏപ്രിൽ ഫൂളൊക്കെ വിഡ്ഢിതമായിട്ട് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ആചരിച്ചു വരുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഇനി മുതൽ ഏപ്രിൽ 1 ആത്മീയ ദിനമായി നമ്മൾ ആചരിക്കണം. അപ്പോ അദ്ദേഹം പറയാണ്, വിധിപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ, തന്റെ ധർമ്മത്തിലെ പരധർമ്മ സ്വാധിനിഷ്ഠ, മറ്റുള്ള ധർമ്മത്തെ പരധർമ്മത്തെക്കാളും ശ്രേഷ്ഠമാണ് സ്വധർമ്മം. നമ്മുടെ ധർമ്മം അത് നമ്മൾ പാലിക്കണം. അതാണ് പറയുന്നത്. എന്തൊക്കെയാണ് എന്താ പറയാ, എന്താ നമ്മുടെ ധർമ്മം? ഭഗവാൻ തന്നെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. കാലത്തെണീച്ച് അല്ലെ, എന്താ പറയാ, നമ്മള് പ്രാതസന്ധ്യ പ്രദോഷ സന്ധ്യ പറയില്ല. പ്രാതസന്ധ്യയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിത്യ കാര്യങ്ങളെല്ലാം ചെയ്ത് സൂര്യനെ ഉപാസിക്കുക. അങ്ങനെയുള്ള ഒരു ചിട്ടയിലേക്ക് ഞാൻ പല പ്രാവശ്യം പല റീൽസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉറങ്ങി എണീച്ച് വരുമ്പോൾ തന്നെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സിതാ ഗൗരി പ്രഭാതേ കരദർശനം. പിന്നെയോ കഴിഞ്ഞോ? കിടക്കുന്ന എണീക്കരുത്. പിന്നെന്താ ചെയ്യാ? സമുദ്രവസനേ ദേവി പർവ്വതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പദസ്പർശം ശമസ്വമേ. ഇടത്തെ കാല് ഭൂമിയിൽ ചവിട്ടിയിട്ട് നിലത്ത് തൊട്ട് വേണം നമ്മള് ഉറങ്ങി എണീച്ച് ഇങ്ങോട്ട് വരാം. ഒരുവിധം പേരൊക്കെ ചെയ്യണ്ട കേട്ടോ. ഇത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാന്. ഇതിലെനിക്ക് സന്തോഷം ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അർത്ഥം ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. എന്താണ് 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്? വിധിപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന പരധർമ്മത്തെക്കാളും ശ്രേഷ്ഠമാണ് തന്റെ സ്വധർമ്മം. എന്റെ സ്വധർമ്മമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ആ സ്വധർമ്മം ചെയ്യുമ്പോ എന്റെ നാട്ടില് എനിക്കൊരു ഭക്തി പ്രഭാഷണം ഉണ്ടായിരുന്നു. എന്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് പട്ടിക്കാട്ടിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മണ്ണൂത്തി പട്ടിക്കാട്. അവിടെ നിന്നൊക്കെ ഞങ്ങൾ പോയി. കാരണം 6 വരിപ്പാത വന്നപ്പോ ഞങ്ങളുടെ തറവാടൊക്കെ പോയി. ഞങ്ങളിപ്പോ കോലരിയിൽ താമസം മാറി. പക്ഷേ 17 വർഷമായി ഞങ്ങൾ ജനിച്ചു വളർന്ന നാട് വിട്ട് കോലഴി എന്ന് പറയുന്ന അവിടെ പോയി ഞങ്ങൾ തൃശ്ശൂർ താമസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ജനിച്ചു വളർന്ന തട്ടകത്തിലെ ഭഗവാനെ ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. അമ്മയുടെ ഉപദേശപ്രകാരം ഞങ്ങൾ അന്ന് പോകുമ്പോൾ, ഞങ്ങൾ സ്വാമിയെ തൊഴുത് പോകുമ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു, എവിടെയായാലും മക്കളോടും നിങ്ങളോടും പറയാനുള്ളത് തന്നെ ഇവിടെ നിന്നാണ് കുട്ടികൾ എല്ലാവരും വളർന്ന് വലുതായി. എന്റെ വിവാഹം കഴിഞ്ഞത്, എന്റെ ബ്രദറിന്റെ വിവാഹം കഴിഞ്ഞത് എല്ലാം അവിടെ വെച്ചിട്ടാണ്. ജനിച്ചു വളർന്ന സ്ഥലം ആ ശാസ്താവ്, അവിടുത്തെ തട്ടകത്തിലെ ദൈവം ശാസ്താവാണ്. അയ്യപ്പനെ മറക്കരുത് എന്ന് പറഞ്ഞു. അത് അമ്മ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ഈ നിമിഷം വരെ ഞാനടക്കം എല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ആ ശാസ്താവിനെ മറന്നിട്ടില്ല. ആ ശാസ്താവിന്റെ അവിടേക്ക്, ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് ശാസ്താവിന്റെ പൂരം കൊടിയേറ്റ ദിവസം എനിക്കൊരു ഭക്തി പ്രഭാഷണത്തിന് ഒരു വിളി വന്നു.
സ്വന്തം ജന്മസ്ഥലത്ത്. ആലോചിച്ച് നോക്കും എത്ര സന്തോഷമാണെന്ന് അല്ലേ. അപ്പൊ ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നല്ലേ അത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ക്ലാസ്സുകൾക്ക് ഭഗവാന്റെ നാമങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഭഗവാൻ ഓരോ അനുഗ്രഹങ്ങളായി തരികയാണ്. വളരെ ഗംഭീരമായിട്ട് എന്റെ നാട്ടിൽ പോയിട്ട് എനിക്ക് പ്രഭാഷണം പറയാൻ പറ്റി. അപ്പൊ ഈ സ്വധർമ്മം അനുഷ്ഠിക്കാതെ മറ്റുള്ള ധർമ്മത്തെ നോക്കുമ്പോൾ അതിൽ എന്റെ ബന്ധുക്കളടക്കം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തേ നീ ഈ ആധ്യാത്മിക ഇതിലേക്ക് കടന്നത്, നിന്റെ ജീവിതം എന്തേ ഇതിലേക്ക് തിരിച്ചു വിട്ടത് എന്നൊരു ക്വസ്റ്റ്യൻ കുറെ പേരുടെ മനസ്സിലുണ്ടായിരുന്നു. ചോദിക്കുകയും ചെയ്തു. എല്ലാവരുടെ വിചാരവും ജീവിതം മടുത്ത് ആധ്യാത്മികതയിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ എന്റെ കുടുംബത്തിലെ നന്മ എന്നിട്ടാണ് ഞാന് കുടുംബത്തെ നന്നാക്കാതെ ഒരാൾ പോലും സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയക്കാരായാലും ജനാധിപത്യ വ്യവസ്ഥയിലെ എന്ത് സേവനം നടത്തുന്നവരായാലും ആദ്യം സ്വന്തം കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരാരൊക്കെ അവരെ സഹായിച്ചതിന് ശേഷമേ സമൂഹത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഭഗവാൻ ഇച്ഛപ്രകാരം ഞാൻ അത് ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ആത്മാർത്ഥമായ ഒരു എന്താ പറയാ, എന്റെ ആ ഇച്ഛാശക്തിയിൽ ഞാൻ പറയുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ജീവിതം മടുത്തിട്ടല്ല ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, ജീവിതത്തിലെ ആഘോഷമാക്കിക്കൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തെ എത്രയോ കാലം കൊണ്ടുപോകാൻ പറ്റുമോ അത്ര കാലം ഞാൻ കൊണ്ടുപോകും എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പൊ ഇന്ന് നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്ക് ഇന്ന് 35 തൊട്ട് നമുക്ക് ഇവിടെ നിർത്താട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹാനാണ്. സ്വന്തം കർമ്മം അനുഷ്ഠിച്ച് മരിക്കുന്നതാണ് ശ്രേയസ്കരം. ഞാൻ എന്താ ഈ കർമ്മം, എനിക്ക് ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഭഗവാൻ എന്ന് തരുന്നു, അതുവരെ എനിക്ക് പറ്റാതെ വരുന്നവരെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ സ്വധർമ്മം, എന്റെ സനാതന ധർമ്മം, ഹിന്ദു ധർമ്മം, ഓരോ അമ്പലങ്ങളിലും മതപഠന ശാലകൾ വരണം, അമ്മമാരെ ഉത്ബോധിപ്പിക്കണം. ഇതൊക്കെ എന്റെ ധർമ്മം, സ്വധർമ്മം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ അങ്ങനെ അനുഷ്ഠിച്ച് മരിക്കുന്നത് ശ്രേയസ്കരമാണ് അർജുന. എന്നാൽ പരധർമ്മമാകട്ടെ, നമ്മുടെ ധർമ്മത്തെ വിട്ടിട്ട് അന്യധർമ്മത്തിനോട് ആകൃഷ്ടരായി അവരുടെ പിന്നാലെ പോകുന്നവരാരാണോ അവർക്കെല്ലാം ഭയത്തെ ഉണ്ടാക്കും. അവരുടെ ജീവിതം ഭയം നിറഞ്ഞതായിരിക്കും അർജുന എന്ന് 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. നമുക്ക് ഇന്ന് ഈ 35-ാമത്തെ ശ്ലോകത്തോടു കൂടി നിർത്താം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കുംഭമേളയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും വലിയ സന്തോഷം മാർച്ച് 31 എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് വന്നിട്ട് ആ 31 ഒരു പ്രത്യേകതയും കൂടി. 31 വർഷമായി ഞാൻ ഈ പാലക്കാട് എത്തിയിട്ട്. മാർച്ച് 31 2025 മുന്നായിരുന്നു മാർച്ച് 31 31 കൊല്ലം തികച്ചു ഈ പരുത്തിപ്പുള്ളിയിലേക്ക് ഞാൻ വന്നിട്ട്. അതില് 30 കൊല്ലമായപ്പോഴേക്കും ഭഗവാൻ തന്നെ എന്റെ അടുത്ത്, എന്റെ ജന്മ സുഹൃതമായിരിക്കും, ഇറങ്ങിക്കോ, ഇനി എന്റെ കാര്യം പറയാൻ ഗീത എടുത്തോ, ഗീത പറഞ്ഞോ, കുട്ടികളെ പഠിപ്പിച്ചോ, മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുത്തോ, പറ്റാവുന്ന പോലെ പ്രചരിപ്പിച്ചോ, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വധർമ്മം വിട്ട് ഞാൻ കളിച്ചിട്ടില്ല. അപ്പൊ നോക്കൂ, ഈ ഭഗവത്ഗീത നമ്മളെ എത്രമാത്രം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നോക്കൂ നിങ്ങൾ. എന്റെ കാര്യം തന്നെയല്ല, അതുപോലെ നിങ്ങളും പ്രാപ്തരാകണം. നിങ്ങളിത് വായിക്കുക. കുറെ അധികം പേര് ഇപ്പൊ എന്റെ ഈ ഗീത കേട്ടിട്ട് ഈ ഗീത ബുക്ക് വെച്ച് വായിച്ച് എനിക്ക് കേൾപ്പിച്ച് ചിലവർ എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നുണ്ട്, വായിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട്. വളരെ സന്തോഷം, ഞാൻ അതൊക്കെ തിരുത്തി കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പൊ നോക്കൂ, അപ്പൊ നിങ്ങൾ എന്ത് വേണം, നിങ്ങളും ഇതേ പാതയിലേക്ക് പോകണം. നിങ്ങൾക്ക് കഴിവുള്ളവരും പ്രഗത്ഭരും ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കണം. ഞാനൊരു രവീന്ദ്രൻ വിചാരിച്ചാൽ സമൂഹം നന്നാവുമെങ്കിൽ, കുറച്ചുപേരെ നന്നാക്കാൻ പറ്റിയാൽ, നിങ്ങൾ എല്ലാവരും അങ്ങനെ തുടങ്ങി ആ ശ്രമത്തിൽ വന്നാൽ നമ്മുടെ സമൂഹം എത്ര ഉന്നതിയിലെത്തുന്ന ആലോചിച്ച് നോക്കും. ഹിന്ദുക്കൾ ഉണരണം. ഹിന്ദു സമൂഹത്തിന് ശക്തി പോരാ. മൂല്യച്യുതി സംഭവിക്കുന്ന നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നാമജപം ശക്തമാകണം. സന്ധ്യാസമയങ്ങളിൽ എല്ലാ വീടുകളിലും TV ഓഫാക്കണം. സന്ധ്യാനാമം മാത്രം മുഴങ്ങണം. അപ്പൊ ഇന്നത്തെ ദിവസം അത് പറഞ്ഞില്ലല്ലോ ഞാന് കുംഭമേളയ്ക്ക് പോയപ്പോ ആ അമ്മ, നിങ്ങൾക്കറിയാം, ഗുരുവായൂരുള്ള ഉണ്ണിക്കുട്ടന്റെ അമ്മയുടെ കൂടെയാണ്, ഡോക്ടർ നളിനി മാധവിന്റെ കൂടെയാണ് ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘം പോയത് എന്നൊക്കെ അറിയാം. ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതൊരു സന്തോഷമായിരുന്നു എന്നറിയോ. അതെന്റെ 31ാമത്തെ വെഡിങ് ഡേക്ക് എന്നെയാണ് അത് വന്നത്. അതാണ് എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, വെഡിങ് ഡേ ഗിഫ്റ്റ്. എന്റെ മക്കളെ
ബാംഗ്ലൂരിലുള്ള 2 ആൺമക്കളും മരുമകളും എല്ലാവരും ഗിഫ്റ്റുകൾ വേറെ അയച്ചു തന്നു, ഓൺലൈനില് ഒക്കെ. ആ ഗിഫ്റ്റൊക്കെ പുറമെ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഭഗവാന്റെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. 144 വർഷം കൂടുമ്പോഴുള്ള കുംഭമേളയിൽ പങ്കെടുക്കുന്ന രേണുകാ രവീന്ദ്രന് അടുത്ത ജന്മത്തിലുള്ള പരമ്പരകളിലും ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സാക്ഷ്യപത്രം മമ്മയൂർ അമ്പലത്തിൽ നിന്ന് എനിക്ക് കിട്ടി. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്ന് വളരെ സന്തോഷം. ആ ഭഗവാനോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ പറയാനുള്ളൂ. എന്നും നമ്മൾ ഒരു കഥ പറഞ്ഞിട്ടാ പറയുക, പക്ഷെ നമ്മൾ ഇന്ന് ഏപ്രിൽ 1 കാര്യം പറഞ്ഞു, വിഡ്ഢി ദിനമല്ല അല്ലേ? അതുപോലെ തന്നെ സനാതന ധർമ്മ വിശ്വാസികൾക്ക് സ്പിരിച്വൽ ഡേ മാർച്ച് 31. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്റെ 31ാം വിവാഹ വാർഷികമായിരുന്നു. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന ഈ ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ ഇനിയും അങ്ങയുടെ നാമങ്ങളും അങ്ങയുടെ കഥകളും പ്രചരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഗീത ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.